തൃശ്ശൂരിൽ KSRTC ബസ്സിൽ വെച്ച് പിടിക്കപ്പെട്ട സവാദിൽ നിന്ന് മോശം അനുഭവം ഇതേ KSRTC ബസ്സിൽ വെച്ച് അനുഭവിച്ച നന്ദിത നമ്മോടൊപ്പം ചേരുന്നു. നന്ദിത 2 വർഷം മുമ്പ് ഇതേ ഒരു ദുരനുഭവം നന്ദിതക്ക് നേരിട്ടു. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? എന്താ ഇപ്പം പറയാ, വീണ്ടും ഒരു വിക്ടിം കൂടി ആയില്ലേ. പറഞ്ഞത് 2 വർഷം മുന്നേ കേട്ടിരുന്നുവെങ്കിൽ ഇന്നൊരു പെൺകുട്ടി വീട്ടിലിരുന്ന് ഈ ഒരു സെക്ഷുവൽ അബ്യൂസിൽ കൂടെ പോകേണ്ടി വരില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും നന്ദിതയുടെ പോസ്റ്റ് കണ്ടു, പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതാണ്. പടക്കം പൊട്ടിച്ചു, പക്ഷെ പിന്നെ എന്തിനാ പൊട്ടിച്ചതെന്ന് മനസ്സിലായില്ല. കാരണം എത്ര പെമ്പിള്ളേരെ ആയിരിക്കും അവൻ ഇനിയും കയറി പിടിച്ചേക്കുന്നത്. ഈ 2 വർഷമായി കയറി പിടിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അവിടെ ബസ്സിൽ വെച്ച് കണ്ടു, ഇവിടെ ബസ്സിൽ വെച്ച് കണ്ടു. ഈ 2 വർഷമായി പറയുന്നുണ്ട്. ഈ 2 വർഷം കൂടെ അവനെ സെക്ഷുവൽ അസോൾട്ട് ചെയ്യാൻ വേണ്ടി എനേബിൾ അല്ലേ ചെയ്തത് കേരളം. അത്രേ പറയുള്ളൂ. അന്ന് നന്ദിതയുടെ കൂടെ എല്ലാവരും നിന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഇല്ല, എല്ലാവരും നിന്നില്ല എന്നുള്ളതല്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മെൻറ്റാലിറ്റി അല്ലായിരുന്നു എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയത്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ബോധമുള്ള ഒരുവിധം എല്ലാ മലയാളികളും അത് കണ്ടിട്ട് അത് റിയൽ ആണെന്ന് മനസ്സിലാക്കാൻ അവൻ ഓടിപ്പോകുന്നതും കാര്യങ്ങളുടെ റിയൽ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഒരു പാർട്ട് ഓഫ് ദ പീപ്പിൾ, ഒരു ഭാഗം മാത്രം. വേറൊരു ഭാഗം, ഒരു പെണ്ണിന് എന്ത് ധൈര്യം ഇങ്ങനെ വിളിച്ച് പറയാനായിട്ടും, ഇങ്ങനെ എന്താണ് അയാളുടെ പേരെന്തായിരുന്നു, ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വട്ടിയൂർക്കാവ് അജിത് കുമാർ അല്ലേ, ആള് ഒരു ഏതോ ഇതിൽ പറഞ്ഞാൽ കണ്ടു. ആ പെണ്ണിങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് അവളത് പറയുന്നത്. അതെന്ത് ധൈര്യമാണ് പെണ്ണിന് ആക്ഷൻ. അവൻ ശരിക്കും ചെയ്തതല്ല പ്രശ്നം, എൻ്റെ കയ്യിലെ ആക്ഷനായിരുന്നു പ്രശ്നം. എൻ്റെ ഡ്രസ്സിൻ്റെ ഇറക്കക്കുറവ്, എൻ്റെ കഴുത്തിൻ്റെ ഇറക്ക കൂടുതൽ, അവൻ ചെയ്തത് അപ്പോഴും അവിടെ ഒരു ഡിസ്കഷൻ ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. അത് പിന്നീട് കഴിഞ്ഞ കാലഘട്ടം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 വർഷമായി എൻ്റെ ഫോട്ടോസിനടിയിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പേര് തെറി കേൾക്കുന്നുണ്ടായി. എല്ലാ ഫോട്ടോസിനടിയിൽ, കമൻസിൻ്റെ അടിയിൽ, എല്ലാത്തിൻ്റെയും അടിയിൽ എങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കാം, എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം, അതൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സവാദ് എന്നുള്ള വ്യക്തി ചെയ്ത ആ ഒരു അസോൾട്ട് എനിക്കൊരു അസോൾട്ടായിട്ട് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം 2 വർഷമായി ഞാൻ കൺസിസ്റ്റൻ്റ്ലി അസോൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു മെയ് 16, 2023 എനിക്കൊന്നുമല്ല. ഞാൻ 2 വർഷമായിട്ട് ഐ എം ബീങ് അസോൾട്ടഡ്. അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ഈ 2 വർഷക്കാലം പിന്നീട്. അതെ അതായിരുന്നു അടുത്ത വിഭാഗം ആൾക്കാർ. ഭാര്യമാരെ അടിക്കുന്നവർ, ഭാര്യമാരെ മാരിറ്റൽ റേപ്പ് ചെയ്യുന്നവർ, ഇങ്ങനത്തെ വേറെ സമൂഹത്തിലെ വേറെ വിഭാഗം ആൾക്കാരായിരുന്നു ഇതിനെതിരെ എൻ്റെ ഡ്രസ്സിൻ്റെ ഇറക്കക്കുറവും എൻ്റെ കഴുത്തിൻ്റെ ഇറക്ക കൂടുതലും കാരണമാണ് ഇതുണ്ടായേ എന്നുള്ള രീതിയിൽ ആ ചർച്ചേനെ തിരിച്ച് വളച്ചൊടിച്ചത്. അന്ന് പ്രതികരിച്ചു. സൊസൈറ്റി എന്തുകൊണ്ടാണ് ആ ഒരു പ്രതികരണത്തെ ആ രീതിയിൽ കാണാതെ നന്ദിതയെ ആക്രമിക്കുന്ന രീതിയിലേക്ക്? കാരണം സൊസൈറ്റിയിൽ മെജോറിറ്റിയും അങ്ങനത്തെ ആൾക്കാരാണ്. അവരെ കോൾ ഔട്ട് ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇതിൽ നിന്ന് കിട്ടിയത് അവർക്കൊരു റിയാലിറ്റി ചെക്കാണ്. അവരും ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരെ ഇനി ആരെങ്കിലും അങ്ങനെ പെടുത്തിയാലോ, വാട്ട് ഇഫ് സംബഡി സ്റ്റാൻഡ്സ് ഫോർ അഗൈൻസ്റ്റ് ദെം. സോ അതുകൊണ്ട് തുറന്ന് പറഞ്ഞവളെ മിണ്ടാണ്ടിരുത്തിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി തുറന്ന് പറയാൻ ആഗ്രഹം ഉള്ളവർ മിണ്ടാണ്ടിരിക്കും. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ പെൺപിള്ളേരിൽ പലവരും പറഞ്ഞേക്കുന്നത് മസ്താനിക്കുണ്ടായ അവസ്ഥ കണ്ടിട്ട് പേടിയാണ്, ഇനി പ്രതികരിക്കാൻ പേടിയാണ്. കാരണം പ്രതികരിച്ചത് കൊണ്ട് ആണ് മസ്താനി. ഞാൻ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ 2 വർഷം എൻ്റെ പോകുമായിരുന്നു, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ബട്ട് എനിക്ക് പ്രശ്നമായി. ഞാൻ പ്രതികരിച്ചതായി എൻ്റെ പ്രശ്നം. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ അന്ന് മിണ്ടാണ്ടിരുന്നു, ഞാനത് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പിറ്റേ ദിവസം വിട്ടേനെ. കാരണം എനിക്ക് എല്ലാ ദിവസവും ന്യൂസിൽ കാണുന്ന എല്ലാ റാൻഡം ഇങ്ങനത്തെ ഒരു അബ്യൂസസിൽ ഒരാൾ മാത്രമായിരുന്നു അയാൾ. കാരണം എല്ലാ ദിവസവും ന്യൂസിൽ അബ്യൂസ് തന്നെയാണ്, അതിലൊരാൾ മാത്രമായിരുന്നു. ആൻഡ് ഐ വാസ് അവിടെ പ്രതികരിച്ചു. പക്ഷെ ഞാനത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് എത്തിച്ചത് സോ ദറ്റ് ഇന്നും ഇപ്പോഴും പിള്ളേർ അവനെ ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെ വെച്ച് കണ്ട് തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ അടുത്ത് പോയി ഇരിക്കാതിരിക്കുന്നുണ്ട്. അവൻ വന്നാൽ മാറാനും പിള്ളേർക്ക് അറിയാലോ. ഇപ്പോൾ
അവനെ കണ്ട് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് കുറേ പിള്ളേർ എനിക്ക് മെസ്സേജ് ഉണ്ട്. അതെ ഞാനത് പുറത്ത് ഞാൻ കുറേ നേരം ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ട്സിനെ നടക്കരുന്ന് ഞാൻ ചോദിച്ചു, ഇത് ഇടണോ, പോസ്റ്റ് ചെയ്യണോ? അപ്പം ചെയ്യണം, നീ പോസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അത്. എനിക്ക് 2 വർഷം നല്ലൊരു സന്തോഷമായ കുറച്ച് കാലങ്ങൾ നൽകി, അതിൽ നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഇനി ഒരു പെൺകുട്ടി വന്ന് പറയുമ്പോൾ പ്രൂവ് ആവാണ്ട് മാല ഇടാൻ ആരും പോകാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ 2 വർഷക്കാലം സാമൂഹ്യ മാധ്യമത്തിലടക്കം വലിയ രീതിയിൽ മോശപ്പെട്ട രീതിയിലുള്ള വർത്തമാനങ്ങൾ കേട്ടുവെങ്കിലും പോലും പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.